വല്ലിപ്പ ഇതാണ് ടാരങ്ങട കേട്ടോ. അപ്പോൾ ഈ ഡിസ്കൊക്കെ ഒന്ന് നോക്കിക്കണം. ഞാൻ കല്യാണത്തിന് പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഒന്ന് നോക്കിട്ടോ. ആയിക്കോട്ടെ. എന്താ ഡിസ്കോ കംപ്ലൈന്റ് ആയിക്കണം? ഡിസ്ക് കംപ്ലൈന്റ് ആയിക്കണല്ലോ. ഇത് കംപ്ലീറ്റ് കേടന്നെയാണ്. ടയറ് ഏറെ ഒന്നുണ്ട്, ഡിസ്ക് ആകെ തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, ആകെ കംപ്ലൈൻ്റ് ആണ്. ഇത് എൻ്റെ അഭിപ്രായം അവിടെ താഴത്ത് പോയിട്ടേ പുതിയ ഒന്ന് വാങ്ങിക്കോളി, എൻ്റെ കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ പണിയെടുക്കണമെങ്കിൽ നല്ല കായ് വരും. ഞാൻ ഈ കേടുന്ന സാധനങ്ങൾ എഴുതി തരട്ടെ, നിങ്ങളെ പേരക്കുട്ടിനെ കൊണ്ട് വാങ്ങിക്കുവോ അതാ ഞാൻ പോയി വാങ്ങേ? എത്ര കാട്ടണ്ടേ? സാധനത്തിന്റെ പേര് എനിക്ക് എഴുതി തരണ്ട. ഞാൻ 14-ാമത്തെ വയസ്സില് വണ്ടി പണി ഇറങ്ങിയതാണ്. 44 കൊല്ലം വണ്ടി പണിയിട്ട ആളാണ് ഞാനേ ഈ സ്റ്റാൻഡിൽ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ ട്രൗസർ ഇട്ടെടുക്കുന്ന കാലാണ്. അതായത് എനിക്ക് നിങ്ങൾ എഴുതി തരൊന്നും വേണ്ട, എല്ലാത്തേനും സാധനത്തിൻ്റെ പേരൊക്കെ എനിക്കറിയാം. എനിക്ക് ഓർമ്മ വേണ്ട, മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ട് 76 ഓടിയുന്ന വണ്ടി കിങ് ഓടിയുന്നത് അന്ന് കാലത്ത് നമ്മളുണ്ട്. ഈ വണ്ടിക്കൊക്കെ ഇവിടെ പണിയെടുത്തിരുന്നതാണ്. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. ഞാൻ ഇപ്പോൾ വരട്ടെ. പോയിട്ട് വരീട്ടോ. ആ കാര്യം പറഞ്ഞിട്ടെ, ഞാൻ ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയ ലാസ്റ്റ് ആചാര്യ കടയിൽ ചെന്നപ്പോഴേ അയാള് ഡിസ്ക് കേടെന്ന് കിടക്കാണ്. പറഞ്ഞു ഇന്നെ എന്റെ ഡിസ്ക് കേടെന്ന് കിടക്കാണ്, ഇനി എന്നിട്ടല്ലേ എന്റെ ഡിസ്ക് നന്നാക്കല്. അങ്ങനെയാണ് പോകുന്നത്. ഇനി എത്ര കാട്ടാ പേരക്കുട്ടി കല്യാണത്തിന് പോയതാണ്. അപ്പൊ വരാൻ വന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ വേറെ കേടുണ്ടേ, അതിന്റെ ഓയിൽസിൽ പോയിക്കണേ, അതിന്റെ വയറിങ് പോയിക്കണേ, യോക്ക് പോയിക്കണേ. അല്ല പേരക്കുട്ടി എപ്പോഴും വരാതെ എന്നാ കേടുന്ന സാധനം എഴുതി തെറ്റേന്ന് ചോദിച്ചപ്പോഴേ വല്യപ്പ പറയാ, ഞാൻ ഇത്ര കൊല്ലം ഇവിടെ പരിചയമുണ്ട്, വണ്ടി ഓടിച്ചിരുന്നു, എനിക്ക് ട്രൗസർ ഇട്ട ടൈമിന് ഞാനിവിടെ നടക്കുകയായിരുന്നു, ഇതൊക്കെയാണ് പറയുന്നത് വല്യപ്പ. അപ്പോൾ എന്താ ചെയ്യുക, ഇയാള് ഭയങ്കര ചൂടാലാണ്. അപ്പോൾ എന്താ വെച്ചാൽ പേരക്കുട്ടി വന്നു കഴിഞ്ഞാലേ പേരക്കുട്ടിനോട് ഞാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തോളാം. അല്ല ഇന്നോട് ചൂടായിട്ട് ഇതെന്താ കാര്യമുള്ളത്? ഞാൻ അപ്പോൾ ഇതിന് നിരപരാധിയാണ്. നിങ്ങളെ വണ്ടി കേടെടുത്ത് ഞാൻ ചെയ്യണ്. അപ്പോൾ നിങ്ങൾ വണ്ടി കേടെന്ന് നന്നാക്കണം, നിങ്ങൾക്ക് താല്പര്യമായിട്ട് നന്നാക്കുക, അല്ലാത്ത വശത്ത് കൊണ്ടുപോയിക്കോളി. മാർഗം എന്ന് വെച്ചാൽ ഇത് ആ തോട്ടിൽ നല്ല വെള്ളം വരും, ആ ബോട്ടിൽ കൂടി അയച്ചാൽ